അസാധ്യമെന്ന് കരുതിയത് പ്രാവർത്തികമാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2016 കേരളത്തിന്റെ അവസ്ഥയും നിലവിലെ സാഹചര്യവും താരതമ്യം ചെയ്താൽ വ്യത്യാസം മനസ്സിലാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിപ്പ, ഓഖി, പ്രളയം, കോവിഡ്, നിരവധി പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങി നിരവധി പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടാണ് സംസ്ഥാനം അതിശയിപ്പിക്കുന്ന വികസന മുന്നേറ്റങ്ങൾ നടത്തിയത്. ഇടതുപക്ഷ തുടർ സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ക്ഷണിതാക്കളുമായി പത്തനംതിട്ട ജില്ലയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംതൃപ്തിയോടെയാണ് സംസ്ഥാന സർക്കാർ 10ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. 2016 മുമ്പ് എല്ലാ മേഖലയും തകർന്നടിഞ്ഞ നാട് ഉയർത്തെഴുന്നേറ്റു. ഇവിടെ മാറ്റമുണ്ടാകില്ല എന്ന് പറഞ്ഞവർ സ്വന്തം അനുഭവത്തിൽ നിന്നും തിരുത്തി. സമസ്ത മേഖലയിലും മുന്നേറ്റമുണ്ടായി. വിദ്യാഭ്യാസ ആരോഗ്യ രംഗം പുരോഗതിയിലെത്തി. കെടുകാര്യസ്ഥതയിൽ നിന്നുള്ള മോചനമാണ് സർക്കാർ നൽകിയത്. കോവിഡ് മൂർധന്യാവസ്ഥയിലായപ്പോൾ നമ്മുടെ ആശുപത്രികളിൽ വെന്റിലേഷൻ സൗകര്യം ഉൾപ്പെടെ ഒഴിവുണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ പ്രായമേറിയവരെ കോവിഡ് മരണത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ 100 വയസ്സ് കഴിഞ്ഞവർക്കും ഇവിടെ ചികിത്സ ലഭ്യമാക്കി. ആർദ്രം മിഷനിലൂടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളടക്കം വികസന പാതയിലായി. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ നമുക്കായി. ദുരന്തമുണ്ടായാൽ സംസ്ഥാനങ്ങളെ സഹായിക്കണമെന്ന ഭരണഘടനാ ഉറപ്പുപോലും കേന്ദ്ര സർക്കാർ പാലിച്ചില്ല. എന്നാൽ നാടിന്റെ ഐക്യത്തിലൂടെയും ജനങ്ങളുടെ ഒത്തൊരുമയിലൂടെയും ഇതെല്ലാം അതിജീവിച്ചു. റോഡ് വികസനം നടക്കില്ല എന്ന ചിന്തയിൽ ദേശീയ ഹൈവേ അതോറിറ്റി സംസ്ഥാനത്തെ ഉപേക്ഷിച്ച സാഹചര്യമുണ്ടായി. എന്നാൽ 2016 ഇവരെ തിരിച്ചെത്തിച്ചു. ഏകദേശം 5600 കോടി ചെലവഴിച്ച് സർക്കാർ സ്ഥലം ഏറ്റെടുത്തു നൽകി. ദേശീയപാത, ഗെയിൽ പൈപ്പ് ലൈൻ, സിറ്റി ഗ്യാസ് പദ്ധതി, ഇടമൺ കൊച്ചി പവർ ഹൈവേ തുടങ്ങിയവ നാട്ടിലുണ്ടാക്കിയ മാറ്റം അമ്പരപ്പിക്കുന്നതാണ്. ലൈഫ് മിഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികളിലൂടെ അതിദരിദ്രരെ ഇല്ലാതാക്കിയാണ് സർക്കാരിന്റെ ലക്ഷ്യം. നവംബർ 1 അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കൾ പങ്കെടുത്തു. ധനമന്ത്രി KN ബാലഗോപാൽ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, MLA മാരായ മാത്യു ടി തോമസ്, KU ജനീഷ് കുമാർ, പ്രമോദ് നാരായൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.